Hi friends. Welcome to World Facts. മാനസികാരോഗ്യം എന്നത് പലപ്പോഴും തെറ്റിദ്ധാരണകളിലും കളങ്കത്തിലും പൊതിഞ്ഞ വിഷയമാണ്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട 15 മാനസിക വൈകല്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമ്പർ 15. Borderline Personality Disorder. BPD. തീവ്രമായ വൈകാരിക അസ്ഥിരത, സുസ്ഥിരമായ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട്, വികലമായ സ്വയം പ്രതിച്ഛായ എന്നിവയാൽ സവിശേഷമായ ഒരു മാനസികാരോഗ്യ അവസ്ഥയാണിത്. BPD ഉള്ള ആളുകൾക്ക് പലപ്പോഴും മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം, ആവേശകരമായ പെരുമാറ്റം എന്നിവ അനുഭവപ്പെടുന്നു. നമ്പർ 14. Obsessive Compulsive Disorder OCD. OCD എന്നാൽ അനാവശ്യവും നുഴഞ്ഞുകയറുന്നതുമായ ചിന്തകൾ, ആവർത്തന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആസക്തികൾ മൂലമുണ്ടാകുന്ന ഉത്കണ്ഠ കുറയ്ക്കുന്നതിന് ചെയ്യുന്ന മാനസിക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. OCD ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. മരുന്നും ചികിത്സയും കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു രോഗമാണിത്. നമ്പർ 13. Schizophrenia. ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, അനുഭവപ്പെടുന്നു, പെരുമാറുന്നു എന്നിവയെ ബാധിക്കുന്ന ഒരു മാനസിക വൈകല്യമാണ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയ ബാധിച്ച ആളുകൾക്ക് എന്താണ് യഥാർത്ഥവും അല്ലാത്തതും എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവർ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തെന്നു പറയുക, സത്യമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക, ക്രമരഹിതമായ ചിന്ത എന്നിവ അനുഭവപ്പെട്ടേക്കാം. സ്കീസോഫ്രീനിയ മരുന്നുകളും തെറാപ്പിയും ഉപയോഗിച്ച് ചികിത്സിക്കാം, പക്ഷേ ചികിത്സയില്ല. നമ്പർ 12. Bipolar Disorder. മാനസികാവസ്ഥ, ഊർജം, പെരുമാറ്റം എന്നിവയിൽ അങ്ങേയറ്റം മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണിത്. ബൈപോളാർ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് വിഷാദം, മാനിയ അല്ലെങ്കിൽ ഹൈപ്പോമാനിയ എന്നിവയുടെ എപ്പിസോഡുകൾ ഉണ്ടാകാം. ഇത് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ നീണ്ടുനിൽക്കും. ബൈപോളാർ ഡിസോർഡർ എന്നത് വ്യക്തിത്വ വൈകല്യമോ ബലഹീനതയുടെ ലക്ഷണമോ അല്ല, ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങളാൽ സങ്കീർണമായ ഒരു രോഗമാണിത്. നമ്പർ 11. Post Traumatic Stress Disorder PTSD. അക്രമം, ദുരുപയോഗം, അപകടം അല്ലെങ്കിൽ ദുരന്തം തുടങ്ങിയ ആഘാതകരമായ ഒരു സംഭവം ആരെങ്കിലും അനുഭവിക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണിത്. PTSD ഉള്ള ആളുകൾക്ക് ഫ്ലാഷ് ബാക്ക്, പേടിസ്വപ്നങ്ങൾ, ഉത്കണ്ഠ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഉണ്ടാകാം. അത് അവർക്ക് ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമാണ്. മരുന്നുകളും തെറാപ്പിയും ഉപയോഗിച്ച് ചികിത്സിക്കാം. നമ്പർ 10. Dissociative Identity Disorder DID. എങ്ങനെ ചിന്തിക്കുന്നു, അനുഭവപ്പെടുന്നു, പ്രവർത്തിക്കുന്നു എന്നതിനെ ബാധിക്കുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണ് ഡിസോഷിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. കുട്ടിക്കാലത്തെ കഠിനമായ ആഘാതം അല്ലെങ്കിൽ ദുരുപയോഗം മൂലമാണ് DID സാധാരണയായി ഉണ്ടാകുന്നത്. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു തെറാപ്പിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. നമ്പർ 9. Attention Deficit Hyperactivity Disorder ADHD. നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു, നിശ്ചലമായി ഇരിക്കുക, നിങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുക എന്നിവയെ ബാധിക്കുന്ന ഒരു മസ്തിഷ്ക തകരാറാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഇത് സംഭവിക്കാം. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ പഠിക്കാനോ ജോലി ചെയ്യാനോ സാമൂഹികവൽക്കരിക്കാനോ ബുദ്ധിമുട്ടാക്കും. ഉള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ശ്രദ്ധിക്കുക, അമിതമായി പ്രവർത്തിക്കുക, ആവേശം കൊള്ളുക അല്ലെങ്കിൽ വൈകാരികത എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. നമ്പർ 8. Eating Disorders. ഭക്ഷണ ക്രമക്കേടുകളുള്ള ആളുകൾക്ക് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് അമിതമായി അല്ലെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണ ക്രമക്കേടുകൾ ഗുരുതരമായ ശാരീരികവും വൈകാരികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും, കൂടാതെ പ്രൊഫഷണൽ സഹായം ആവശ്യമായി വന്നേക്കാം. നമ്പർ 7. Social Anxiety Disorder. സാമൂഹിക സാഹചര്യങ്ങളിൽ വളരെ പരിഭ്രാന്തരായും സ്വയം ബോധവാന്മാരാക്കുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണിത്. അപരിചിതരുമായി സംസാരിക്കുക, പുതിയ ആളുകളെ കണ്ടുമുട്ടുക, അവതരണങ്ങൾ നൽകുക, പാർട്ടികൾക്ക് പോകുക തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാം. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അവരുടെ ദൈനംദിന ജീവിതം, ജോലി, സ്കൂൾ, ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കും. നമ്പർ 6. Panic Disorder. നെഞ്ചുവേദന, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വിയർപ്പ്, വിറയൽ തുടങ്ങിയ ഭയത്തിന്റെയും ശാരീരിക ലക്ഷണങ്ങളുടെയും പെട്ടെന്നുള്ളതും തീവ്രവുമായ എപ്പിസോഡുകൾക്ക് കാരണമാകുന്ന ഒരു തരം ഉത്കണ്ഠാ രോഗമാണിത്. ഇതിനെ പാനിക് അറ്റാക്ക് എന്ന് വിളിക്കുന്നു. അവ അപ്രതീക്ഷിതമായി സംഭവിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളാൽ ട്രിഗർ ചെയ്യപ്പെടാം.
പാനിക് ഡിസോർഡർ ഉള്ള ആളുകൾ പലപ്പോഴും കൂടുതൽ പരിഭ്രാന്തി ആക്രമണങ്ങളെക്കുറിച്ച് ആശങ്കാകുലരായിരിക്കും. നമ്പർ 5. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD. ഒരു വ്യക്തി മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു, ആശയവിനിമയം നടത്തുന്നു, പെരുമാറുന്നു എന്നിവയെ ബാധിക്കുന്ന ഒരു മസ്തിഷ്ക തകരാറാണിത്. ASD ഒരു സ്പെക്ട്രം ഡിസോർഡർ ആണ്, അതായത് രോഗലക്ഷണങ്ങളും തീവ്രതയും വ്യക്തികൾക്കിടയിൽ വ്യാപകമായി വ്യത്യാസപ്പെടാം. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുള്ള സങ്കീർണമായ അവസ്ഥയാണിത്. നമ്പർ 4. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഈ അവസ്ഥ ബേബി ബ്ലൂസ് മാത്രമല്ല, പ്രസവത്തിനു ശേഷമുള്ള വിഷാദം, ദുഃഖം, ഉത്കണ്ഠ, ക്ഷീണം എന്നിവയുടെ നിരന്തരമായ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് കുഞ്ഞിനെ പരിപാലിക്കാനുള്ള അമ്മയുടെ കഴിവിനെ ബാധിക്കുന്നു. നമ്പർ 3. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ GAD. GADയിൽ അമിതവും അനിയന്ത്രിതവുമായ ഉത്കണ്ഠയും ജീവിതത്തിന്റെ ഒന്നിലധികം മേഖലയെക്കുറിച്ചുള്ള ആശങ്കയും ഉൾപ്പെടുന്നു. നമ്പർ 2. ഡിപേഴ്സണലൈസേഷൻ ഡെറിയലൈസേഷൻ ഡിസോർഡർ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും പരിസ്ഥിതിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതായി തോന്നിപ്പിക്കുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണ്. ഇത് സാധാരണയായി ട്രോമ, സമ്മർദ്ദം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയാൽ ട്രിഗർ ചെയ്യപ്പെടുന്നു. ഉത്കണ്ഠ, വിഷാദം അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ പോലുള്ള മറ്റു മാനസിക വൈകല്യങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്പർ 1. മേജർ ഡിപ്രസീവ് ഡിസോർഡർ MDD. ദുഃഖം, നിരാശ, പ്രവർത്തനങ്ങളിലുള്ള താൽപര്യക്കുറവ് എന്നിവയുടെ നിരന്തരമായ വികാരങ്ങളുടെ സ്വഭാവമുള്ള ഗുരുതരമായ മാനസിക രോഗമാണിത്. ഈ മാനസിക വൈകല്യങ്ങൾ മനസ്സിലാക്കുന്നത് കളങ്കത്തെ ചെറുക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകുന്നതിനും അനുയോജ്യമാണ്. കൂടുതൽ കാരുണ്യവും വിവരവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. Thanks for watching. If you like this video, hit that like button. And don't forget to subscribe my channel. See you in the next video.